ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു സ്ഥലത്ത് പോവാണ്. സമയം ഇപ്പോൾ ഇതാ രാവിലെ 9 മണിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. സ്ഥലം ഏതാണ് എന്നതിലുപരി ആരുടെ കൂടെ പോകുന്നു എന്നതിലാണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിൻ്റെ വൈഫ്സിൻ്റെ കൂടെയാണ് ഞാനിന്ന് ഹാങ് ഔട്ട് ചെയ്യുന്നത്. ഞങ്ങൾ മുൻപ് അത്യാവശ്യത്തിനായിട്ടൊക്കെ പലയിടത്തും പോയിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഈ ഭാര്യമാർ മാത്രം പ്ലാൻ ചെയ്യുന്ന ഫസ്റ്റ് എവർ ട്രിപ്പാണിത്. ട്രിപ്പ് എന്ന് പറയാനില്ല, ആക്ച്വലി കാലിക്കറ്റ് ഞങ്ങൾ രാവിലെ പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്കിത് സ്പെഷ്യൽ തന്നെയാണ്, ബിക്കോസ് ദിസ് ഇസ് അവർ ഫസ്റ്റ് എവർ ട്രിപ്പ് ടുഗെദർ. സെയിം ഏജ് ഗ്രൂപ്പുള്ള ഒരു 10-15 ആളുകൾ തൊട്ടടുത്ത വീടുകളിലായിട്ട് വന്നാൽ എങ്ങനെയായിരിക്കും? സോ അതാണ് വിപിനേട്ടൻ്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി അവരുടെ ഭാര്യമാരായിട്ടുള്ള ഞങ്ങൾക്കും ഏകദേശം സെയിം ഏജ് ഗ്രൂപ്പ് തന്നെയാണ്. അത്രയൊന്നും ആൾക്കാരെ ഇന്ന് ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പല പല കാരണത്താൽ പലരും എക്സ്ക്ലൂഡായി പോയിട്ടുണ്ട്. എന്നാൽ പോലും ഒരു 5 പേരെ ഞങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്നത്തെ യാത്രയ്ക്കായിട്ട്. കീഴരിയൂരാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് വരുന്നത്. വീട്ടിൽ നിന്നും സ്റ്റോപ്പിലേക്കുള്ള യാത്രാമധ്യയുള്ള കാര്യങ്ങളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കനാലും തോടും ഒക്കെ ആയിട്ട് അത് തന്നെ ഒരു രസമാണ്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ചെറിയൊരു ടാറിട്ട റോഡിലെത്തും. പിന്നെ അവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മെയിൻ റോഡ് കാണാൻ പറ്റും, ബസ്സൊക്കെ പോകുന്നതായിട്ടുള്ള. സോ അവിടെ സ്റ്റോപ്പിൽ എല്ലാവരും ഓൾറെഡി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ എന്നത്തെയും പോലെ ലേറ്റ്. ഒരാളും കൂടെ എത്താനെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിനോടൊക്കെ അവരും എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ആക്ച്വലി ഒരു ഡെഫിനറ്റ് പ്ലാൻ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. എവിടെയൊക്കെ പോകണം എന്നുള്ളത് ആക്ച്വലി ഇതുവരെയായിട്ടും തീരുമാനമായിട്ടില്ല. എന്നാലും കുറച്ച് സ്ഥലങ്ങൾ മനസ്സിലുണ്ട്. ഗോകുലം ഗലേറിയ, ബീച്ച്, SM സ്ട്രീറ്റ്, മാനാഞ്ചിറ. കോഴിക്കോട് പോയാൽ നമ്മൾ സാധാരണ പോകാറുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയും മനസ്സിലുണ്ട്. ഈ പറഞ്ഞതിൽ തന്നെ എത്ര സ്ഥലങ്ങളെ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണയില്ല. നമ്മൾ ടൈം പോലെയാണല്ലോ. എന്തായാലും ഒരു 6:30 അറൗണ്ട് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലെത്തണം എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത്. ചെറിയ രീതിയിൽ ഷോപ്പിങ്ങും അതേപോലെ തന്നെ ഫുഡ് എക്സ്പ്ലോറിങ്ങും ഇതൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ടാറിട്ട റോഡ് എത്തി. ഇനി കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാൽ മുന്നിൽ നമുക്ക് ആ ഒരു ബസ്സൊക്കെ പോകുന്ന മെയിൻ റോഡ് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 4ാമത്തെ ആളും എത്തി. സ്റ്റോപ്പിൽ ഇതാ എന്നെ കാത്തിരിക്കുകയാണ് എല്ലാവരും. ഇത്രയും നേരമായിട്ട് ഒരു ബസ്സേ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരാശ്വാസം. അവിടെ നിന്നൊരു ബസ്സും പിടിച്ച് കൊല്ലത്തിറങ്ങി. അവിടെ നിന്ന് നേരെ ലിമിറ്റഡ് സ്റ്റോപ്പിന് കാലിക്കറ്റേക്ക്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിത് ഫസ്റ്റ് ചെന്നത് ഗോകുലം ഗലേറിയയ്ക്കാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ കാലിക്കറ്റിനെ കുറിച്ച് ഏറ്റവും നല്ല ധാരണയുള്ള ആൾ അനഘയാണ്. അവളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ ഒരു വഴികാട്ടിയായിട്ടാണ് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തി നോക്കുമ്പോൾ ആണെങ്കിൽ ഓണം വൈബ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇത് ഞങ്ങൾ ഐശ്വര്യയ്ക്ക് സാൻഡൽസ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇതേ നല്ല ക്ലിയർ മിറർ കണ്ടപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, കുറച്ച് മിറർ സെൽഫീസ് അങ്ങോട്ട് എടുത്തു. അടുത്തത് ഞങ്ങൾ ഇതേ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. പിന്നീട് ഞങ്ങളിത് സ്റ്റക്കായത് ഇവിടെയാണ്. കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോക്ലേറ്റ് കേക്കുകളും പിന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ഷേക്സും ഒക്കെ വാങ്ങിച്ചു. അതിനുശേഷം അച്ചാർ സെക്ഷനിലോട്ടാണ് പോയത്. ഇവിടെ അച്ചാറിൻ്റെ ക്വാളിറ്റി സ്മെല്ല് ചെയ്ത് കണ്ടുപിടിക്കുന്ന അനക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലും പേ ചെയ്ത് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്.
വിചാരിച്ചതിലും കുറച്ചധികം സമയം മോളിൽ സ്പെൻഡ് ചെയ്തു പോയി. സോ ഇനി ഞങ്ങൾക്ക് ഫുഡിനുള്ള ടൈം ആയിട്ടുണ്ട്. കൂലങ്കഷമായ ചർച്ചയ്ക്കൊടുവിൽ അനഘയുടെ അഭിപ്രായം മാനിച്ച് ഞങ്ങൾ നെഹദി മന്തി തന്നെ പോകാൻ തീരുമാനിച്ചു. അനഘയല്ലാതെ ബാക്കി 4 പേരും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. സോ അനഘയുടെ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് സീറ്റൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പെരി പെരി അൽഫാം മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. കുറച്ച് എരിവ് കൂടുതലുണ്ടായിരുന്നത് ഒഴിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. സോ അവിടെ നിന്ന് അതും കഴിച്ച് ഞങ്ങൾ നേരെ പോയത് SM-ലേക്കാണ്. ഒരു 1:30 2 o'clock സമയത്താണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. നല്ല വെയിലായിരുന്നു. അതിനുശേഷം ഒരു ഷോപ്പിൽ നിന്ന് അടുത്ത ഷോപ്പിലേക്ക് കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടേയിരുന്നു. ഒരു 2-2.5 മണിക്കൂറെങ്കിലും ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും ഭയങ്കര ടയേർഡായി. ഞങ്ങൾക്കിനി ഒരു അടി നടക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്കായി. അതുകൊണ്ട് തന്നെ കൂളായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള ഡിസിഷനിലേക്ക് ഞങ്ങൾ എത്തി. ആ ഒരു സ്പോട്ട് സജസ്റ്റ് ചെയ്തത് നമ്മുടെ സ്വന്തം അനഘ തന്നെയാണ്. കോക്ടെയിൽ കോർണറിലേക്കാണ് ഞങ്ങൾ പിന്നെ പോയത്. ബീച്ച് കവർ ചെയ്യാൻ ഇനി സമയമില്ലാത്തത് കൊണ്ട് തന്നെ മുന്നിലുള്ള മാനാഞ്ചിറ സ്ക്വയറാണ് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നത്. ആതിര പറഞ്ഞതുപോലെ 7 മണിയാകുമ്പോഴത്തേക്കും നാട്ടിൽ തിരിച്ചെത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ 5:35 ട്രെയിൻ ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾ മാനാഞ്ചിറ വിസിറ്റ് ചെയ്യാൻ പോയത്. ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഹാർഡ്ലി ഒരു 10 മിനിറ്റ്സ് മാത്രമാണ് ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. ഭയങ്കര സങ്കടം വന്നു എല്ലാവർക്കും. കാരണം അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ലോണം ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ, വളരെ റിലാക്സ്ഡ് ആവാൻ പറ്റിയൊരു മൂഡായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രം നേരത്തെ ഇറങ്ങേണ്ടി വന്നു. നേരെ ഓട്ടോന സ്റ്റേഷനിലേക്ക്. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ്സിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി സമയത്തിൻ്റെ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരു നല്ലൊരു ദിവസം തന്നെയായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഞങ്ങളൊരു ഇനീഷ്യേറ്റീവ് ഇങ്ങനെ എടുത്തല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇനിയും ഒരുപാട് ട്രിപ്പുകൾ പോകാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടെയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.